എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എന്നെ പരിചയപ്പെടുത്തി, പേര് രഞ്ജിത്ത് എന്നാണ്. സ്വദേശം കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് പൂനത്ത് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഈ ഓപ്പർച്യൂണിറ്റിക്ക് വന്നിട്ട് ഏകദേശം ഒരു 3-3.5 വർഷമായി. ഇന്ന് കമ്പനിയുടെ RTC എന്ന് പറയുന്ന റാങ്കിലും ഒരു ID സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിൽ നിന്ന് 2 ID കൂടെ ബിസിനസ് ചെയ്യുന്നു. ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ നേരത്തെ അദ്ദേഹം സിദ്ദിഖ് സാർ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു, ഒരു പ്രൈവറ്റ് ബാങ്ക് എംപ്ലോയി ആയിരുന്നു. കുഴപ്പമില്ലാത്ത ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യങ്ങളും ഒരു 10-35,000 രൂപ ശമ്പളവും ഒക്കെയുള്ള സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറയുന്നത് എൻ്റെ ഓരോരോ എക്സ്പീരിയൻസും അത് നിങ്ങൾക്ക് ഫീൽഡിൽ പോകുന്ന സമയത്ത് എന്നെ പോലുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കാരണവശാലും എത്ര അവർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എത്ര അവർ ഒഴിവാക്കി കഴിഞ്ഞാലും, എത്ര അവർ ഈ ബിസിനസ്സിനെ എതിർത്ത് പറഞ്ഞാലും ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ വിടരുത് എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അതൊരു കുളൂസായിട്ട് നിങ്ങൾ കരുതണ്ട. നേരെ മറിച്ച് അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് ഫീൽഡ് കാണാൻ പറ്റും. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ വെറുതെ കേട്ടുപോകുക എന്നല്ലാതെ നിങ്ങൾക്കത് ഫീൽഡിൽ നാളെ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള ഒരു കക്ഷിയാണ് ഞാൻ. ആളുകൾ 2 തരത്തിലാണ് ഈ ബിസിനസ്സിനെ അല്ലെങ്കിൽ ഈ മേഖലയെ എതിർക്കുന്നത്. അല്ലെ 2 റിജക്ഷൻ ആണ് ഈ മേഖലയിലുള്ളത്. ഒന്ന് പേഴ്സണൽ റിജക്ഷൻ ആണ്, 2 ബിസിനസ് റിജക്ഷൻ ആണ്. പേഴ്സണൽ റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് വ്യക്തിപരമായുള്ള നമ്മളെ ഇഷ്ടപ്പെടാത്ത ആളുകൾ നമ്മൾ ചെന്ന് പറയുന്ന കാര്യങ്ങൾ എതിർക്കും. 2 ബിസിനസ് റിജക്ഷൻ ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മൾ ശത്രുക്കളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അധികം ശത്രുത ഇല്ലാതെ നല്ലൊരു വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ, നല്ലൊരു വ്യക്തിയാണ് നമ്മളെങ്കിൽ നമുക്ക് ഒരുപാട് ബിസിനസ് ഈ മേഖലയിൽ കൂടി വരും. രണ്ടാമത് ബിസിനസ് റിജക്ഷൻ ആണ്. ആ ബിസിനസ് റിജക്ഷൻ എന്ന് പറയുന്നത് ബിസിനസ് മനസ്സിലാവാത്തോണ്ടോ അല്ലെങ്കിൽ മണി ചെയിൻ പോലെയുള്ള മേഖലകളിൽ പോയി പൈസ ഇട്ട് കുടുങ്ങിയത് കൊണ്ടോ അത് തന്നെയാണ് ഇത് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. നിറവറ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു മുമ്പ്. അതിലൊക്കെ അമ്മ പൈസ ഇട്ടിട്ട് കുടുങ്ങി പോയിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്നത് പോലെയാണ് സത്യത്തിൽ എൻ്റെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ 4-5 പ്രാവശ്യം ഈ ബിസിനസ്സിനെ എതിർത്ത് അല്ലെങ്കിൽ ഒഴിവാക്കി റിജക്ട് ചെയ്ത ആളായിരുന്നു ഞാൻ. എനിക്ക് ഈ അവസരം തരുന്നത് എൻ്റെ ബന്ധുവായിട്ടുള്ള പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലുള്ള വ്യക്തിബന്ധമുണ്ട്. പക്ഷെ ബിസിനസ് ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്യില്ല. അങ്ങനെ തീരുമാനിച്ച ഒരാളാണ് ഞാൻ. കാരണം ഈ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ നാട്ടിൽ ഒരു ഇലക്ട്രീഷ്യൻ ആണ്. അത് കൂടാതെ അദ്ദേഹം ഒരു കച്ചവടം ചെയ്യുന്നുണ്ട്. ഈ കച്ചവട സ്ഥാപനത്തിൽ വൈകുന്നേരം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഒഴിവുള്ള സമയങ്ങളിലൊക്കെ അവിടെ പോയിരിക്കും. അപ്പോൾ ഇയാൾ എന്തോ ഒരു മേഖല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ആ മേഖല എന്ന് പറയുന്നത് ആളെ ചേർക്കുന്ന മേഖലയാണെന്നും അറിയാം. അപ്പോൾ അതിന്റെ 1-2 ലീഡർമാര് ഈ ഇൻസൈഡൊക്കെ ചെയ്ത് പാൻറ്റും സൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ആളുകൾ ഇയാളെ എടുത്ത് വരുന്നു എനിക്കറിയാം. അപ്പൊ ഇങ്ങനെ നാട്ടിൽ നമ്മൾ കുറെ കാണുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതിൽ പെടുകല എന്ന് തീരുമാനിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി മീറ്റിംഗ് വിളിച്ചു. എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോയില്ല. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യത്തെ അദ്ദേഹം മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. അവസാനം ഞാൻ ചെല്ലാത്തതുകൊണ്ട് ഇയാള് ലീഡറെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഞാൻ വീട്ടിന്റെ കോലായിൽ ഇരിക്കുന്ന സമയത്ത് ഇയാൾ ലീഡറെയും കൂട്ടി വരുന്നു. അപ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ളത് എങ്ങനെ ഇതിന് ഒഴിവാക്കാന്നുള്ള. എന്തായാലും വീട്ടിലേക്ക് വരും, അപ്പൊ എന്ത് പറഞ്ഞു ഇതിൽ ഒഴിവാക്കാന്നുള്ള. അപ്പൊ നിങ്ങൾ ബിസിനസ് പറയാൻ പോകുന്ന സമയത്ത് ബിസിനസ് റിജക്ഷൻ മൈൻഡോട് കൂടി ഇരിക്കുന്ന ആളുകളായിരിക്കും അവരെടുത്ത് നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ ഈ ഫയലെടുത്ത് ഈ ബിസിനസ് പ്ലാനൊക്കെ പ്രസന്റ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. അയാൾക്കത് മനസ്സിലാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള ആദ്യം ചെയ്യേണ്ടത്. അയാള് പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ ആദ്യം പറയുന്ന പ്ലാനൊന്നും അയാൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. നേരെ മറിച്ച് അയാൾക്കത് മനസ്സിലാക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ ഒരു പക്ഷേ അധികം ഫോളോ അപ്പ് ചെയ്യാതെ എന്ത് ചെയ്യും, അത് റിസൾട്ട് ആവും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഇയാൾ വന്നു. അപ്പോൾ വീട്ടിൽ ഞാനും അമ്മയാണുള്ളത്, വൈഫിന്റെ വീട്ടിലാണുള്ളത്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ കയറി ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഒരു ബിസിനസ് പറയാൻ തുടങ്ങി. അപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്
ഈ പ്ലാനൊക്കെ പറയുന്നുണ്ട്, മൈലേജ് സ്റ്റൈൽ പറയുന്നുണ്ട്, പ്രോഡക്റ്റ് പറയുന്നുണ്ട്, വെൽനസിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും എന്റെ മൈൻഡിലേക്ക് കയറുന്നില്ല. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. കാരണം അമ്മയ്ക്ക് അങ്ങനെ റിജക്ഷൻ മൈൻഡ് ഇല്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞു, പ്ലാന് പറഞ്ഞു, വട്ടം വരഞ്ഞു, 2,10,000 പറഞ്ഞു. പക്ഷെ ഇതൊന്നും എന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഇവര് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, അമ്മോ എനിക്കിതൊന്നും പറ്റില്ല, എനിക്ക് ജോലിയുണ്ട്, ഒന്നാമത് സമയം കിട്ടില്ല, പിന്നെ അതുമല്ല എനിക്ക് ഇങ്ങനെ മേഖലയോട് താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞു, അവർ ഒഴിവാക്കി. രണ്ടാമത് ഇയാൾ ഫോളോ അപ്പ് വന്നു, രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഒഴിവാക്കി, മൂന്നാമത്തെ പ്രാവശ്യം ഒഴിവാക്കി, 4 ഒഴിവാക്കി. 5-ാമത്തെ പ്രാവശ്യം വീണ്ടും വന്നിട്ട് ഞാൻ പ്രസാദ് സാറോട് പറഞ്ഞു, സാറേ ഞാനിതിനില്ല എന്ന് പറഞ്ഞാലേ എനിക്ക് മേഖല പറ്റില്ല, ഒന്നത് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരാളെയും കൂട്ടി എന്ത് ചെയ്യരുത്, ഇങ്ങോട്ട് വരരുത്. ഇനിയോ നമുക്കെന്തില്ല, അലമ്പാകാൻ താല്പര്യമില്ല. ഇനി നിങ്ങൾ കൊണ്ടുവന്ന നമ്മൾ തമ്മിലുള്ള വ്യക്തിബന്ധം പോയി പോകും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഒരാളെയും കൂട്ടി വരരുത്. ഓ ശരിയെന്ന് പറഞ്ഞ് പോയ ഇയാള് 6-ാമത്തെ പ്രാവശ്യം ഒരു ലീഡർ കൂട്ടി വന്നു എന്നുള്ള. അങ്ങനെ കൂട്ടി വന്ന സമയത്ത് ഇനി എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് പ്രോഡക്റ്റ് എടുത്തു. അമ്മയും പറഞ്ഞു, ഇവിടെ നഷ്ടമൊന്നുമില്ലല്ലോ, നമ്മളിപ്പോ വേറെ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ പോരെ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ നമുക്ക് ആവശ്യമില്ലാത്ത കുറെ പ്രോഡക്റ്റ്? ആവശ്യമില്ലാത്തതല്ലടാ, എനിക്ക് നെഞ്ചരിച്ചിലിന്റെ പ്രശ്നമുണ്ട്, അതിൽ പ്രോഡക്റ്റ് ഉണ്ട്, അവര് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ എന്താ ലിവഗെയിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട് നെഞ്ചരിച്ചിലുള്ള. അപ്പൊ അത് എന്ത് ചെയ്യാൻ, വാങ്ങി ഉപയോഗിക്കും. എങ്ങനെ എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ലിവഗെയിൻ വാങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ ലിവഗെയിൻ വാങ്ങാന്ന് വിചാരിച്ചിടത്തിൽ ഇയാള് ചമ്പിത്തയിലും അതേപോലെ തന്നെ കവചപ്രാശവും 95-നെയൊക്കെ പറ്റി പറഞ്ഞു. അപ്പോ ആ പ്രോഡക്റ്റിനെ പറ്റി ഒന്ന് ശ്രദ്ധിച്ചു. അപ്പൊ അതൊക്കെ അത്യാവശ്യം തോന്നി. ഒരു 10-15,000 രൂപേന്റെ പ്രോഡക്റ്റ് എനിക്ക് ഉപയോഗിക്കാനുള്ള എടുത്തു. കയ്യിൽ പൈസ ഇല്ല. അപ്പൊ പ്രോഡക്റ്റ് ഒക്കെ സെലക്ട് ചെയ്തു. അപ്പോ പിന്നീട് എന്ത് ചെയ്തു, കുറച്ച് പ്രോഡക്റ്റ് ഇയാള് കൊണ്ടു തന്നു. അങ്ങനെ പൈസയൊക്കെ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്ത് കൊടുത്തു, വായ്പ വാങ്ങി കൊടുത്തു. കാരണം ആ സമയത്ത് ലോക്ക്ഡൌണിന്റെ തുടങ്ങിയ സമയത്താണ്, കൊറോണ തുടങ്ങിയ സമയത്താണ്, ശമ്പളം സ്റ്റോപ്പായി കിടക്കാണ്. അപ്പൊ കയ്യിൽ പൈസ ഇല്ല, വായ്പ വാങ്ങി കൊടുത്തു. ഇനി പൈസ കിട്ടിക്കഴിഞ്ഞാൽ, ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം കിട്ടും. ഒരു 15-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്ക് ഈ ശമ്പളം എങ്ങനെ പോയി എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. കാരണം കുറെ കടബാധ്യതകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യത്തിൽ ഞാൻ ഒരു എക്സ്ട്രാ വരുമാനത്തിന് അത്യാവശ്യക്കാരനാണ്. പക്ഷെ ഈ ബിസിനസ് കാരണവശാലും സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച വ്യക്തി. കാരണം ഇതെന്താ ആളെ ചേർക്കുന്ന പരിപാടിയാണ്. നാട്ടിൽ ഒരുപാട് തട്ടിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിർബന്ധിച്ച് കുറച്ച് പ്രോഡക്റ്റ് എടുപ്പിച്ചു. ആ പ്രോഡക്റ്റ് ഏതായാലും പൈസ കൊടുത്ത് വാങ്ങിയാൽ വെച്ച് ഉപയോഗിച്ചു. അമ്മയ്ക്ക് അപാരമായ റിസൾട്ട് കിട്ടി, ഒട്ടുക്കത്തെ റിസൾട്ട് കിട്ടി ആ നെഞ്ചരിച്ചിലിന്റെ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് പീരീഡ് സംബന്ധമായ പ്രശ്നം അതിന് റിസൾട്ട് കിട്ടി. എനിക്ക് താരന്റെ പ്രശ്നത്തിന് ആ ഷാമ്പും നമ്മുടെ ഹെയർ ഓയിലൊക്കെ ഉപയോഗിച്ചു. അവർ പറഞ്ഞു തന്ന പ്രകാരം ഉപയോഗിച്ച് അതിന് മുകളിൽ റിസൾട്ട് കിട്ടി. അപ്പൊ പ്രോഡക്റ്റിന് മുകളിൽ വിശ്വാസമായി. ബാക്കി കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയെങ്കിലും വിറ്റിട്ട് എന്റെ പൈസ കയ്യിലാക്കണം. തുടക്കക്കാരെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും. തുടക്കക്കാർ ചിലപ്പോൾ ഒരു പക്ഷേ എന്നെ കേൾക്കുന്നുണ്ടാവും. അവർ 5,000-നോ 10,000-നോ 50,000-നോ ഒക്കെ പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. അവരെ ബിസിനസ് എന്ന് പറയുന്നത് ആ 50,000-ന്റെ പ്രോഡക്റ്റ് അല്ലെ 10,000-ന്റെ പ്രോഡക്റ്റ് വിറ്റ് ആ മുതൽ കയ്യിലാക്കല്ല. ലാഭം കിട്ടിയില്ലേ വേണ്ടിയില്ല, ആ മുതൽ കയ്യിലെത്തണം. ഇതാണ് സത്യത്തില് അവരെ ബിസിനസ്. എന്ന് പറയുന്നത് അതാണ്. അപ്പോ അവരെ കുറച്ചുകൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന്റെ പ്രോഗ്രാം സെന്ററുമായിട്ട് കണക്ട് ചെയ്ത് ഈ ബിസിനസിന്റെ സാധ്യത എന്ത് ചെയ്യണം, മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെ പിന്നീട് ഇയാൾ നിർബന്ധിച്ച് എന്നെ ഓരോരോ ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും വിളിക്കും. പൊതുവേ എനിക്ക് മീറ്റിങ്ങിൽ ഇരിക്കുക എന്ന് പറയുന്ന അലർജിയാണ്. അപ്പൊ അതുകൊണ്ട് മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഒന്നും ഞാൻ എത്തുകയില്ല. മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞൊക്കെ എത്തുക. മീറ്റിംഗ് അവസാനിക്കുമ്പോൾ ഉണ്ടാവില്ല. വലിയ മീറ്റിംഗ് ഒന്നുമില്ല. കാരണം കൊറോണയ്ക്ക് ആയതുകൊണ്ട് വലിയ മീറ്റിംഗ് ഒന്നുമില്ല. ചെറിയ മീറ്റിങ്ങുകളാണുള്ളത്. അപ്പൊ അതൊക്കെ വീട് കേന്ദ്രീകരിച്ചുള്ള മീറ്റിങ്ങുകളാണ്. എന്തായാലും മീറ്റിംഗ് തുടങ്ങുമ്പോൾ മീറ്റിംഗ് അവസാനിക്കുമ്പോൾ ഞാൻ ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് എവിടേക്ക് കുറച്ച് ഭാഗങ്ങൾ കിട്ടി. അങ്ങനെ ഈ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർ റാങ്ക്. ഇന്ന് സ്റ്റാർ ബ്രോൺസും സിൽവറും ഒന്നുമില്ല, സ്റ്റാർ മുതലാണ്. ഈ സ്റ്റാർ ആയ സമയത്ത് അവിടെ വരുന്നത് ഇന്നത്തെ നമ്മുടെ ITC ലീഡർ ബെല്ലി സാറാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് അന്ന് എനിക്ക് ബെല്ലിയും കണക്കാ, മറ്റുള്ള ലീഡർമാരൊക്കെ കണക്കാ. ഇനി പുതിയ ആളെ സംബന്ധിച്ച് എന്ത് ബെല്ലി. അപ്പോ അങ്ങനെ ബെല്ലി സാർ വന്നു ഇയാളെ വീട്ടിൽ. അപ്പൊ ഒരു ഫംഗ്ഷൻ ആണല്ലോ, ഇയാളെ സെലിബ്രേഷൻ ഒക്കെയാണ്. അങ്ങനെ വിളിച്ചു പോയി, കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് ബിസിനസ് ഒക്കെ ഒന്നുകൂടി പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചു ബിസിനസ്. കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലായി. ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, മണി ചെയിൻ എന്താന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഇയാളെ പൊന്നാടെ അണിയിക്കുന്നത് ഞാൻ കണ്ടു.
ഈ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിനെ സ്റ്റാർ റാങ്ക് എത്തിയോണ്ട് പൊന്നാണ്ടി എണീക്കുന്ന ഞാൻ കണ്ടു. അത് സത്യത്തിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തു. പൈസയൊന്നും വരുമാനം എന്നല്ല സ്ട്രൈക്ക് ചെയ്ത് പൊന്നാടി അത് എനിക്കും നേടാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു. അങ്ങനെ പതിയെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ആഴ്ച വരുമാനം 450 രൂപ കിട്ടി. 450. ഇത് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കൊക്കെ ബിസിനസ് പറഞ്ഞ് പാളിപ്പോയി. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, ഈ പണി എനിക്ക് അറിയില്ലാന്നുള്ളത്. അങ്ങനെ ലീഡേഴ്സ് പറഞ്ഞതുപോലെ ലിസ്റ്റ് ഇട്ടു. എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ കുടുംബക്കാരെ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്ത് ചെയ്തു, ലിസ്റ്റ് ഇട്ടു. ഇതിൽ പുതിയ ആളുകൾ ചെയ്യേണ്ട പണിയാണ് ഞാൻ പറയുന്നത്. അപ്പോ നിങ്ങൾ മറ്റുള്ള മേഖലകളിൽ രാജാവായിരിക്കും, ലോകപരിജ്ഞാനത്തിൽ നിങ്ങൾ രാജാവായിരിക്കാം, മറ്റുള്ള മേഖലകളിലൊക്കെ നിങ്ങൾ പുലിയായിരിക്കും. പക്ഷെ ഈ മേഖലയിൽ നിങ്ങൾ പുതിയ ആളാണ്. ഈ മേഖലയിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളെക്കാട്ടും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ കുറഞ്ഞ ആളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ലീഡർ. പക്ഷെ അയാൾ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങൾ ഈ മേഖലയിൽ വിജയിക്കും. ഇല്ലേ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങളെ മറ്റുള്ള മേഖലകളിലെ അറിവൊന്നും ഇവിടെ ആവശ്യമില്ല. ആ അറിവും കൊണ്ടാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതിൽ പരാജയപ്പെടും. എഴുതി വെച്ചോ. നേരെ മറിച്ച് നിങ്ങൾ എത്ര വിദ്യാഭ്യാസം വേണ്ട, നിങ്ങൾ എത്ര കാണാൻ സൗന്ദര്യം വേണ്ട, നിങ്ങൾ എത്ര ലോകപരിജ്ഞാനം വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെയുള്ള ഒരാളായിക്കോട്ടെ നിങ്ങൾ ലീഡർ. പക്ഷെ അയാൾ ഈ പറയുന്നത് പോലെ ഈ ബിസിനസ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൽ വിജയിക്കും. അതാണ് ഇതിന്റെ ഒരു തിയറി. ഡ്യൂപ്ലിക്കേഷൻ ആണ്. വിജയിച്ച ആളുകളെ കോപ്പി അടിച്ച് പോകുന്ന ബിസിനസ്സാണ്. അപ്പൊ അങ്ങനെ ലിസ്റ്റ് ഇട്ടു. അത് പ്രകാരം എൻ്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് വിളിച്ചു. എൻ്റെ വേണ്ടപ്പെട്ട ബന്ധുക്കളെ സുഹൃത്തുക്കളെയും വിളിച്ചു. ഒരു 20 ആളെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ വന്നത് 8 ആളാണ്. ഈ 8 ആളുകളോട് ലീഡേഴ്സ് ബിസിനസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കണം, നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വാങ്ങാം, അതല്ലെങ്കിൽ നിങ്ങൾ പഴയ സാധനം തന്നെ വാങ്ങിക്കോളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അങ്ങനെ വന്ന ആളുകളൊക്കെ എനിക്ക് വേണ്ടി കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചു. വാങ്ങിച്ചോട് ഞാൻ പറഞ്ഞു, 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, എനിക്ക് വിവരം പറഞ്ഞു തരണം. നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം. എന്തായാലും നിങ്ങൾ വേറെ കുറെ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങളിതൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ട് കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ എന്ത് ചെയ്തു, അവരൊക്കെ വാങ്ങി. അതിനുശേഷം നിങ്ങൾക്കറിയാം, പ്രോഡക്റ്റ് ഉപയോഗിച്ച ആളുകൾക്കറിയാം പ്രോഡക്റ്റിന്റെ റിസൾട്ട്. ഒരു കാരണവശാലും നമ്മളെ പ്രോഡക്റ്റ് എന്ത് ചെയ്യല, മോശമാകില്ല. അപ്പൊ നല്ല അഭിപ്രായം പറയാൻ തുടങ്ങി. അപ്പൊ അവരൊക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു. അവരൊക്കെ വേറെയും കുറെ പ്രോഡക്റ്റിന് അത്യാവശ്യക്കാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ പ്രോഡക്റ്റിന്റെ ലിസ്റ്റ് ഇട്ടു. അവരൊക്കെ പേരിൽ എന്ത് ചെയ്തു, ഐഡിയ അടിച്ചിട്ട് സാധനം വാങ്ങി കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പൊ എന്നോട് ഐഡിയ അടിച്ചാൽ എന്താ ഗുണം? ഞാൻ പറഞ്ഞ ഐഡിയ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന അതേ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. തോട്ടി വാങ്ങിയാൽ ആന ഫ്രീ ആണെന്ന് പറഞ്ഞതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഫ്രീ ആണ്. ആ ഓപ്പർച്യൂണിറ്റി കൂടി ഇങ്ങനെ ആഴ്ചയിൽ 450 2,10 വരെ വാങ്ങിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. ഏതായാലും ഫ്രീ ആയിട്ടുള്ള സംഗതിയല്ലേ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, അവർ പേരും അഡ്രസ്സ് തന്നു. ഞാൻ എൻ്റെ ഉറവ് 1 2 ലെഫ്റ്റും റൈറ്റും കയറി ഐഡിയ അടിച്ചാൽ കൊടുത്തു. അങ്ങനെ ഇവർ പോയി സാധനം വാങ്ങിയ സമയത്ത് ആദ്യത്തെ വരുമാനം 450 രൂപ എൻ്റെ അക്കൗണ്ട് കയറി. ഇത് കയറിയ സമയത്ത് ഞാൻ ഇവരെ തന്നെ കാണിച്ചു കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂടെ വരുന്ന ആളുകളെ, അല്ലെ വന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, ആ വരുമാനം കാണിച്ചു കൊടുക്കണം. 450 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, എനിക്കിതിൽ കൂടി ആഴ്ച വരുമാനം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വേണോ? ഇത് നമുക്ക് എന്ത് ചെയ്യും, ഒരുമിച്ച് ഉണ്ടാക്കാം. 2,10,000 നോക്കണ്ട, തുടക്കത്തിലല്ലേ. ആഴ്ചയിൽ ഒരു 1000 രൂപ, 2000 രൂപ, 5000 രൂപ കിട്ടിയാൽ മെച്ചല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ ഇവർക്ക് വരുമാനം കാണിച്ചു കൊടുത്തു. സ്വാഭാവികമായിട്ട് ഇവർക്കും താല്പര്യം വന്നു. അങ്ങനെ ഇവരൊക്കെ ലിസ്റ്റ് ഇടിച്ചു. ഇവരൊക്കെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തി. അങ്ങനെ നടത്തി ഇന്ന് ഏകദേശം നോക്കുമ്പോൾ 6000-ഓളം ആളുകളിലേക്ക് ആ ബിസിനസ് എത്തിയിട്ടുണ്ട്. 6000-ഓളം ആളുകളിലേക്ക്. ഒന്നും വേണ്ട, ഈ 6000 ആളുകളും രാവിലെ എണീറ്റ് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒരു പേസ്റ്റിന്റെ മുകളിൽ 5 രൂപ 55 പൈസ വെച്ച് നമ്മുടെ അക്കൗണ്ട് കിട്ടും. എന്താണ് ഇതിന്റെ തിയറി എന്ന് വെച്ചാൽ, ഇതാണ് ഇതിന്റെ തിയറി. കച്ചവടം നടക്കുന്നു, ടേൺ ഓവർ കൂടുന്നു. ഇപ്പോ ഞാനൊരു പേസ്റ്റ് വിൽക്കാന്നുണ്ടെങ്കിൽ എനിക്കൊരു ദിവസം ഒരു പേസ്റ്റോ അല്ലെ 10 പേസ്റ്റോ വിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 20 പേസ്റ്റോ മാക്സിമം എടുത്തുള്ളൂ. ആ 20 പേസ്റ്റിന്റെ ലാഭമല്ലേ എനിക്ക് ഉണ്ടാവും. നേരെ മറിച്ച് ഞാൻ 6000 വരുന്ന ടീം ഉണ്ടാക്കിയതുകൊണ്ട് 6000 ആളുകൾ വിൽക്കേണ്ട, 6000 ആളുകൾ അവർക്ക് വേണ്ട പേസ്റ്റ് വാങ്ങിയാൽ അതിന്റെ ഹോൾസെയിൽ പ്രോഫിറ്റ് എന്റെ അക്കൗണ്ട് കിട്ടും. ഇതാ കച്ചവടം. അപ്പൊ അങ്ങനെ ഇനി അതിൽ സീരിയസ് ആയി ബിസിനസ് ചെയ്യുന്നവരുണ്ട് വിചാരിക്കാം. അപ്പൊ കച്ചവടം കൂടിയോ? ഇനി ഈ 6000 ആളുകൾ രാവിലെ എണീറ്റ് കുളിച്ചു കഴിഞ്ഞാൽ ഒരു സോപ്പിന്റെ മുകളിൽ 6 രൂപ 30 പൈസ വെച്ച് എന്റെ അക്കൗണ്ട് കിട്ടും. ഇതാ കച്ചവടം. ഈ 6000 ആളുകളെ ഞാൻ വിളിക്കണോ? ഇത് എല്ലാ ദിവസവും രാവിലെ നോക്ക്, മറന്നു പോയത് ഇന്ന് കുളിക്കണേന്ന് വേണോ? സിദ്ദിഖ് സാറെ ഞാൻ വിളിക്കണോ? സിദ്ദിഖ് സാറേ ഇന്ന് മറന്നു പോയത് കുളിക്കണം കേട്ടോ എന്ന് പറയണോ? വേണ്ട. ഇതാണ് കച്ചവടം. മലയാളികളായാലും 2 നേരം കുളിക്കുക, അതുകൊണ്ട് എന്ത് ചെയ്യൂ, കച്ചവടം കൂടും. അവർ ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിച്ചാലും അവർ ഫ്ലോർ ക്ലീനർ ഉപയോഗിച്ചാലും അവർ പാത്രം കഴുകിയാലും 10-200 പ്രോഡക്റ്റ് ഉണ്ട്. നമ്മൾ 100 പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. എന്ത് ഉപയോഗിച്ചാലും അതിന്റെ ഹോൾസെയിൽ പ്രോഫിറ്റ് കിട്ടും. അതിനൊരു ടീമിനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോ ആ ടീമിനെ ഉണ്ടാക്കി കുറച്ച് പണിയുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അധ്വാനമുണ്ട്. വേർപ്പിന്റെ അസുഖമുള്ള ആളുകൾക്ക് പറഞ്ഞ പണിയല്ലത്. ക്ലിയർ ആയോ? വേർപ്പ് നിലത്തിട്ടണം. അപ്പൊ അങ്ങനെ
ഒരു 3-4 വർഷം കൊണ്ട് ഒരു 6000 വരുന്ന ആളുകളിലേക്ക് ഈ ബിസിനസ് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്റെ കഴിവൊന്നുമല്ല. അങ്ങനെ ഈ ബിസിനസ് കൂടി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസത്തെ വരുമാനം ഒരു 2-2.5 ലക്ഷം രൂപയുടെ അടുത്ത് വാങ്ങിക്കാൻ പറ്റി. ഒരു ID RTC ഒരു ID STC 2 ID കൂടെ വരുമാനം വാങ്ങിക്കാൻ പറ്റി. 2 ID കൂടി 2,78,800 കഴിഞ്ഞ മാസത്തെ വരുമാനമുണ്ട്. അപ്പൊ അങ്ങനെ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് കളിയാക്കാൻ ഒരുപാട് ആളുകളുണ്ട്, നാട്ടിലും കുടുംബത്തിലും. എന്തിനു പറയുന്നു, വീട്ടിൽ വരെ ഭാര്യ വരെ ഭയങ്കര നെഗറ്റീവ്. ദിവസവും വീട്ടിൽ വരുമ്പോ ഭക്ഷണം കഴിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടക്കുന്ന സമയത്ത് ഭാര്യ തുടങ്ങും, അല്ല മനുഷ്യൻ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു ജോലി ഇല്ല, അതിന് പോയാൽ പോരെ, നിങ്ങൾ പേസ്റ്റും സോപ്പും വിൽക്കാൻ നടക്കണം, നിങ്ങൾ ആളെ ചേർക്കാൻ നടക്കണം, ഇങ്ങനെയാന്ന്. സത്യത്തിൽ പറഞ്ഞാൽ ഒറ്റ ദിവസവും മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങിയിട്ടില്ല. ദിവസവും ഈ ചെവിയിലെടുത്തുനിന്ന് ഇങ്ങനെ കിരി എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് ഇവള് ഉറങ്ങിയിട്ട് വീട്ടിൽ വന്നാൽ മതി. അപ്പൊ അങ്ങനെ ഇവരൊന്നും നെഗറ്റീവ് പറഞ്ഞിട്ട് നിർത്താതായി പോയത് തീരുമാനം എന്റേതായത് കൊണ്ടാണ്. ഈ ബിസിനസ് ചെയ്യണം എന്നുള്ള തീരുമാനം എന്റേതായത് കൊണ്ട്. അതായത് ഈ നന്ദനം എന്ന് പറയുന്ന സിനിമയിൽ നവ്യ നായർ ചെയ്യുന്നൊരു ബാലാമണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അവർ പറയുന്ന കൃഷ്ണനെ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ ബിസിനസിനെ ഞാനേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവളെ ഒരു കാരണവശാലും കൺവിൻസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല വൈഫിനെ. അപ്പൊ അതുകൊണ്ട് ഇതെന്തായാലും ചെയ്യും. ഇനി എന്ത് പറഞ്ഞാലും അമ്മികുമ്മായം പറഞ്ഞാലും അല്ല ലോകം തലയിലായി പറഞ്ഞാലും ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എനിക്കിത് മനസ്സിലായിട്ടു. ഇവളെ അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചു നോക്കി, ഏട്ടനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, പിന്നെ ഇത് നിർത്താൻ വേണ്ടി ആ ജോലിനെയൊക്കെ ബാധിക്കും, ജോലി പോയിപ്പോ അങ്ങനെ പോയി ഇങ്ങനെ പോകും. അപ്പൊ ഇവിടെ അച്ഛൻ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചു ഉപദേശിച്ചു. എന്റെ അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ ഇവിടെ അച്ഛൻ വന്നിട്ട് ഒരു പ്രാവശ്യം എന്നെ ഉപദേശിച്ചു, മോനെ നല്ലൊരു ജോലി ഇല്ലേ, അതിന് പോയാൽ പോരെ, ഇതൊക്കെ നാളെ പൂട്ടി പോകുന്ന കമ്പനി ആയിരിക്കും, വെറുതെ നമ്മള് അങ്ങനത്തെ ഉടായ്പ പരിപാടിക്ക് നിൽക്കണ്ട, ജോലിനെ ബാധിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങളെ മോളെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, മാന്യമായിട്ട് നോക്കുന്നുണ്ട്, ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെക്കുന്നത് കള്ളും കഞ്ചാവും അല്ല, ഞാൻ വെക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലെ അല്ലെ വേൾഡ് മാർക്കറ്റിലെ ഏറ്റവും ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. അതും കേന്ദ്ര ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ പ്രോഡക്റ്റ് ആണ്. മാത്രമല്ല ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ, അതൊരു ചാരിറ്റി ആണ് എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അസുഖം വന്നിട്ട് ചികിത്സിക്കുകയല്ല നല്ലത്, വരാതെ നോക്കുകയാണ്. അപ്പൊ ആ വരാതിരിക്കാനുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ ഫുഡാണ് ഞാൻ വെക്കുന്നത്. അത് കള്ളും കഞ്ചാവ് വരെ എനിക്ക് തോന്നിയിട്ടില്ല, അത് മയക്കുമരുന്നല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളല്ലേ ഇനി ആര് പറഞ്ഞു കഴിഞ്ഞാലും ഞാനത് ചെയ്യും. അതോടുകൂടി ഉപദേശം നിർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നാട്ടിലൊക്കെ ഒരുപാട് നെഗറ്റീവ്, നാട്ടിൽ നിന്ന് കളിയാക്കലുകൾ. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മുടെ നാട്ടിലൊരു ക്ലബ്ബ് ഉണ്ട്. ആ ക്ലബ്ബിൽ വൈകുന്നേരം വന്നിട്ട് ക്യാരംസ് കളിക്കും. ഇപ്പൊ കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോ ഈ ക്യാരംസ് കളിക്കുന്ന സമയമൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഈ ബിസിനസിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. എക്സ്ട്രാ കിട്ടുന്ന സമയം പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഇവര് അല്ലെങ്കിൽ നമ്മളെ ഈ ക്യാരംസ് ഒന്നും കളിക്കാൻ നമ്മളെ ഈ സുഹൃത്ത് വലയങ്ങളിലേക്ക് നമ്മളെ കിട്ടാതായതോടുകൂടി ഇവര് കളിയാക്കലുകൾ തുടങ്ങി. വൈദ്യരെ എന്ന് വിളിക്കാൻ തുടങ്ങി, ഡോക്ടറെ എന്ന് വിളിക്കാൻ തുടങ്ങി, 2,10,000 വിളിക്കാൻ തുടങ്ങി. പക്ഷെ ആ കളിയാക്കലുകളൊക്കെ ഈ കളിയാക്കുന്നവർക്കൊന്നും ഇതിനെ പറ്റിയുള്ള ഒരു അറിവില്ല എന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് കളിയാക്കലുകളൊക്കെ ചിരിച്ചിട്ട് അങ്ങ് എന്ത് ചെയ്തു, അങ്ങ് വിട്ടു. സീരിയസ് ആയിട്ട് അങ്ങ് ബിസിനസ് ചെയ്തു. നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു തൊഴിഞ്ഞ ബൈക്കിന്റെ മുകളിലാണ് പോകുന്നത്. പക്ഷെ ഇവരെ കളിയാക്കലുകൾ കാറിലത വരുന്ന, ബെൻസിലത വരുന്ന, 2,10,000 വരുന്ന എന്നൊക്കെയാണ് ഇവരെ കളിയാക്കലുകൾ. അപ്പോ ഒരു കല്യാണ വീടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ഒക്കെ പറഞ്ഞ് രാത്രി 9-9:30 കല്യാണ വീട്ടിലൊക്കെ എത്തുക. നാട്ടിലൊക്കെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളെ കളിയാക്കാനുള്ള ഒരു സുഹൃത്ത് വലയം അവിടെ ഉണ്ടാവും. അത വരുന്ന ബെൻസ് കാറിലത വരുന്ന, 2,10,000 ആഴ്ചയിൽ വാങ്ങുന്ന ആളാ വരുന്ന എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലുകൾ ഉണ്ടാവും. സത്യത്തിൽ അന്ന് കണ്ണെന്ന് വെള്ളമല്ല വന്ന് ചോരയാ വന്നു. ഈ കളിയാക്കലുകളൊക്കെ ഉണ്ടെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഇവരെ മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കും എന്നുള്ള ഒരു തീരുമാനം ഉള്ളിന്റെ ഉള്ളിലുള്ളതുകൊണ്ട് അങ്ങനെ ഒരു തൊട്ടാവാടിയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടും കളിയാക്കുന്ന ആളുകള് നമ്മൾ വീട്ടിലേക്ക് ഒരു 10 രൂപ കൊണ്ടുതരാനുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടും അവർ കളിയായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്നങ്ങ് ചിന്തിച്ചു. എന്തായാലും കളിയാക്കുന്നതിന് മുമ്പിൽ ഒരു ദിവസം വിജയിച്ച് കാണിച്ചു കൊടുക്കുന്ന അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ശക്തമായി ചെയ്തു. ഗ്രാജുവലി വരുമാനം വർദ്ധിപ്പിച്ചു. കാരണം ആഴ്ചയിൽ 1,000 രൂപ വാങ്ങാന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. ആഴ്ചയിൽ 1,000 ഉണ്ടെങ്കിൽ 4 ആഴ്ച 4,000 ഉണ്ടാക്കാം. ബാങ്കിൽ ഒരു 35,000 ശമ്പളവും മൈലേജിൽ കൊടുത്തിട്ട് 4,000. ഇതായിരുന്നു സത്യത്തിൽ തുടക്കത്തിൽ എന്റെ ടാർഗറ്റ്. നിങ്ങളൊക്കെ ടാർഗറ്റ് വെക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ടാർഗറ്റ് വേറെ ആരും വെച്ചിരില്ല. കാരണം ഈ ബിസിനസ്സിൽ നോ ബോസ് ബിസിനസ്സാ. നിങ്ങൾ ഇത്രയ്ക്ക് ബിസിനസ് ചെയ്യണമെന്ന് പറയാൻ ഇവിടെ ഒരു ബോസ് ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ നിരുത്തരവാദപരമായിട്ട്
പെരുമാറുന്ന ആളുകളായിരിക്കും നമ്മൾ ഓരോ ആളുകളും. അപ്പൊ നമുക്ക് എത്ര വരുമാനം വേണം? നിങ്ങൾക്ക് ആഴ്ചയിൽ 2,10,000 വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. മിനിമം 450 മുതൽ 2,10,000 വരെ നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള ചെക്ക് ഇവിടെ ഉണ്ട്. അത് എത്ര വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് 1 രൂപ വരുമാനം വേണ്ട, നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. ഒന്നും ചെയ്യാതിരുന്നാൽ ഒന്നും കിട്ടുകയില്ല. നിങ്ങൾ ലീഡർ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ വരുമാനം നിങ്ങളെ ടാർഗറ്റ്. പക്ഷെ നാളുകളില് കൃത്യമായിട്ടൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ നാളുകളിലേക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളിപ്പം വിചാരിക്കുകയാണ്, എനിക്ക് 1 ലക്ഷത്തിന് പണി ഞാൻ എടുത്തിട്ടുണ്ടോ, 1 ലക്ഷത്തിന് വരുമാനം മതി എന്ന് വിചാരിച്ചാലും നിങ്ങളെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം മതി എന്ന് വിചാരിച്ചാലും 2,10,000 ആഴ്ചയിൽ അയച്ചിരുന്ന കമ്പനിയുടെ പേരാണ് മൈലേസ്റ്റൽ മാർക്കറ്റിംഗ്. ക്ലിയർ ആയോ? അതെന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കണക്ക് പഠിക്കണം. നിങ്ങൾ ഈ ബിസിനസ് എന്താണ്, ഈ ബിസിനസിന്റെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു തിയറിയാണ് ഇതിലുള്ളത്. മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ, അതായത് മനുഷ്യാധ്വാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ടേൺ ഓവർ വർദ്ധിക്കും. ടേൺ ഓവർ വർദ്ധിച്ചു കഴിഞ്ഞാൽ കമ്പനിക്ക് ലാഭം വർദ്ധിക്കും. ആ ലാഭത്തിന്റെ വിഹിതമാണ് നമുക്ക് തരുന്നത്. അപ്പൊ എത്രത്തോളം നമ്മൾ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നോ അത്രത്തോളം വരുമാനം നമുക്ക് വർദ്ധിക്കും. ക്ലിയർ ആയിട്ടോ? ഇത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കണക്കാ. ഒരാൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ 1,000 രൂപ കൂലി കിട്ടുകയെന്ന്. അയാൾ ആവറേജ് ഒരു 8 മണിക്കൂർ ജോലി ചെയ്യണം. അതേ ദിവസം തന്നെ ഇയാൾക്ക് 1,000 രൂപയുടെ കിട്ടണമെങ്കിൽ വീണ്ടും 8 മണിക്കൂർ ജോലി ചെയ്യണം. പിന്നും 1,000 രൂപ അതേ ദിവസം കിട്ടണമെങ്കിൽ വീണ്ടും 8 മണിക്കൂർ ജോലി ചെയ്യണം. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ജോലി ചെയ്താൽ 3,000 രൂപ കിട്ടും ആവറേജ്. അപ്പൊ അതൊരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ സമയം കൂട്ടിക്കിട്ടിയാൽ മാത്രമേ പണം കൂടി കിട്ടൂ എന്നുള്ള ഒരു ലോക തിയറി, ലോക സത്യം എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കണം. എവിടെ സമയം കൂടുന്നോ അവിടെ വരുമാനം കൂടും. അതല്ലേ ഗൂഗിളും ഗോപാലട്ടനും MA യൂസഫ് അലി സാറൊക്കെ ചെയ്യുന്നത്. അവരൊറ്റയ്ക്ക് അല്ലാലോ, അവർക്ക് 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ആയിരക്കണക്കിന് 10,000കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികളെ കൂടെ കൂട്ടി അവരെ സമയത്തിന് തന്റേതായ സമയമാക്കി മാറ്റി ആ സമയത്തിനെ വർദ്ധിപ്പിച്ചും കൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു തിയറിയാണ് ലോകത്ത് വിജയിച്ച മുഴുവൻ വ്യക്തികളും ചെയ്തു. ക്ലിയർ ആവുന്നുണ്ട്? അപ്പൊ അത് കച്ചവടത്തിലേക്ക് മാറുന്ന സമയത്ത് ബ്രാഞ്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച കച്ചവട സ്ഥാപനങ്ങളാണ് വലിയ ടേൺ ഓവർ ഉണ്ടാക്കിയത്, വലിയ ലാഭം ഉണ്ടാക്കിയത്. അല്ലെ, കോഴിക്കോട് നല്ല ജ്വല്ലറിയാണ് V&M ഗോൾഡ്. പക്ഷെ ഒറ്റ ഷോറൂമേ ഉള്ളൂ. അവിടെ നടക്കുന്ന കച്ചവടത്തിന്റെ ലാഭം അവർക്ക് കിട്ടും. പക്ഷേ മലബാർ ഗോൾഡ് അല്ലെങ്കിൽ ചെമ്മണ്ണൂർ ജ്വല്ലറി അല്ലെങ്കിൽ കല്യാൺ ജ്വല്ലേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ജ്വല്ലറികളൊക്കെ എന്തുണ്ട്, ബ്രാഞ്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 10 ബ്രാഞ്ചിലുള്ള ആളുകൾക്ക് 10 ബ്രാഞ്ചിൽ നടക്കുന്ന കച്ചവടത്തിന് ലാഭം വീതമുണ്ടാവും. 100 ബ്രാഞ്ചിലുള്ള ആളുകൾക്ക് 100 ബ്രാഞ്ചിൽ നടക്കുന്ന കച്ചവടത്തിന് ലാഭം വീതമുണ്ടാവും. ക്ലിയർ ആയോ? പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു മലബാർ ഗോൾഡ് പോലുള്ള ഒരു സ്ഥാപനം വേണ്ട, നിങ്ങൾ മലബാർ ഗോൾഡ് വിട്ടേക്കും. ഒരു ബേക്കറി നിങ്ങൾ അങ്ങാടി തുടങ്ങണേ ഒരു 10-20 ലക്ഷം രൂപ മുടക്കണം. അങ്ങനത്തെ ഒരു 10 ബ്രാഞ്ച് മുടക്കണം എന്നുണ്ടെങ്കിൽ 2 കോടി രൂപ മുടക്കണം. ഈ 2 കോടി രൂപ മുടക്കിയാലും മനസ്സമാധാനം ഉണ്ടാവില്ല. ഇതൊന്നും തിരിച്ചു കിട്ടും, ഈ മുതലൊന്നും തിരിച്ചു കിട്ടുന്നുള്ളേ. പക്ഷെ നോക്കൂ നിങ്ങൾ, ഞാൻ 6,000 ബ്രാഞ്ച് തുടങ്ങി. 6,000 ബ്രാഞ്ച് 5 നയാ പൈസ മുടക്കില്ല. 5 നയാ പൈസ മുടക്കില്ല എന്ന് മാത്രമല്ല 5 നയാ പൈസ ആർക്കും നഷ്ടവുമില്ല. 6,000 ബ്രാഞ്ചുകളാണ് എന്റെ ടീമിൽ. ഈ 6,000 ബ്രാഞ്ചിൽ നടക്കുന്ന കച്ചവടത്തിന് ലാഭവിഹിതം എനിക്കുണ്ടോ? അതേപോലെ ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ഉണ്ടാക്കിയത് എന്റെ ബന്ധുക്കളിൽ കൂടെ സുഹൃത്തുക്കളിൽ കൂടിയാ. ഞാൻ പറഞ്ഞാൽ തള്ളാത്ത കുറച്ച് ആളുകളിൽ കൂടിയാ. ഞാൻ നിർബന്ധിച്ചിട്ടാ കുറച്ച് ആളുകൾ സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ ആ ആളുകൾ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ആ പ്രോഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ട് അത് 10 ആളെന്നുള്ളത് 100, 100 × 10, 1000, 1000 × 10, 10,000 എന്ന് പറഞ്ഞ പോലെ ഇത് മൾട്ടിപ്പിൾ ചെയ്തു പോകും. ഇതാണ് ഇതിന്റെ പണി. പക്ഷെ ആ പണി നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കരുത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അറിയില്ല, നിങ്ങൾ പുതിയ ആളാണ്. ഇതിന് ചെയ്യേണ്ട റൂട്ട് ഉണ്ട്. കാരണം ഇത് മാനേജ്മെന്റ് ബിസിനസ് ആണ്. 1000 താറാവ് ഉണ്ടാവും. ആ 1000 താറാവിന് ഒരു വടിക്കഷ്ണത്തിന്റെ മുകളിൽ ഒരു കഷ്ണം പ്ലാസ്റ്റിക് കെട്ടി അല്ലെങ്കിൽ ഒരു റിബണ് കെട്ടിക്കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ നമുക്ക് 1000 താറാവിന്റെ കുഞ്ഞുങ്ങളെ നടത്തിക്കാൻ പറ്റും, അല്ലെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ. നേരെ മറിച്ച് 2 ആളുകൾ നിങ്ങൾക്ക് എങ്ങനെ മേയ്ക്കാനാവോ? 2 ആളുകൾ നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാനാവോ? ആവില്ല. കാരണം 2 ആളുകൾ 2 സംസ്കാരത്തിന്, 2 ആറ്റിറ്റ്യൂഡിന്ന്, 2 ചിന്താഗതിന്ന് വരുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ നമ്മൾ ചെയ്ത് പഠിക്കാനുണ്ട്. ആ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കോടീശ്വരനാക്കി തരും ഈ കമ്പനി. ക്ലിയർ ആവണ്ട? അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കൃത്യമായ ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 50 വർഷം 100 വർഷം അധ്വാനിച്ചാൽ നേടാൻ പറ്റാത്തത് നിങ്ങൾക്ക് ഒരു 3 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് ഇവിടെ നേടാൻ ചെയ്യാൻ പറ്റും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ സ്കൂളിൽ പോകണ്ട, നിങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവായിക്കോട്ടെ, നിങ്ങളുടെ സൗന്ദര്യം കുറവായിക്കോട്ടെ, നിങ്ങൾ പ്രായം കൂടുതലായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല.
അതൊന്നും വിഷയമല്ല. പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ, വേർപ്പ് നിലത്തിട്ടാൻ തയ്യാറുണ്ടോ, അധ്വാനിക്കാൻ തയ്യാറുണ്ടോ, കൂടെ വരുന്ന ആളുകളെ ചങ്ക് പറിച്ച് സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? ക്ലിയറായോ? അവരെ മാനേജർ ആവരുത്. കൂടെ രണ്ടാള് വന്നു കഴിച്ചിട്ട് അവരെ മാനേജർ ആവരുത്. അവരെ പഠിപ്പിക്കാന്ന് വിചാരിക്കരുത്. അവരെ തലവനാവരുത്. അവരെ സ്നേഹിക്കാൻ പറ്റുമോ ആത്മാർത്ഥമായിട്ട്? അവർക്കൊരു 1000 രൂപ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ലെ നിങ്ങൾ ലീഡേഴ്സിനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ ഇതിൽ രാജാവാ. ക്ലിയറാ? കൂടെ വരുന്നവൻ ആത്മാർത്ഥ അനുസരിക്കുക. നിങ്ങളെ വരുമാനം ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ കൂടെ വരുന്നവൻ എന്ത് ചെയ്യുക? ആ വരുമാനം ഉറപ്പിക്കാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളെ വരുമാനം ഉയർന്നോളൂ. ക്ലിയറായോ? അപ്പൊ അങ്ങനെ ഒരു ചാരിറ്റിയും കൂടി ഇതിലുണ്ട്. ഒരുപാട് കുടുംബങ്ങളിലേക്ക് എന്താണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് അവരെ വിഷമങ്ങൾ മാറ്റി എന്ന് പറഞ്ഞാല് അവരെ ബുദ്ധിമുട്ടുകൾ അവരെ ഇതൊക്കെ മാറ്റാൻ ഇതിൽ കൂടി നിങ്ങൾക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുക, അവരെ സഹായിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് നിങ്ങളെ വരുമാനം ഉയർന്നുള്ളൂ. അതൊരു ചാരിറ്റിയാണ്. മറ്റുള്ള കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചിട്ട് അല്ലേ നമ്മളെ കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കുന്ന ഒരു ചാരിറ്റി. അപ്പൊ അങ്ങനെ എന്താ പറയാ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറ്റും. ഇന്നലെ വരെ സക്കാത്ത് സ്വീകരിച്ച ആളാണെങ്കിൽ നാളെ മുതൽ സക്കാത്ത് കൊടുത്ത് ജീവിക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അങ്ങനെ മനസ്സിലായത് കൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് അങ്ങ് ചെയ്തു. അങ്ങനെ ഗ്രാജുവലി എന്റെ വരുമാനം 450 എന്നുള്ളത് 1000, 2000, 5000, 10,000 ആയി. ബാങ്കിൽ ഒരു മാസം കിട്ടിയ ശമ്പളം ഒരു 35,000 രൂപ ഇവിടെ ആഴ്ച കിട്ടിയ സമയത്ത് ബാങ്ക് റിസൈൻ ചെയ്ത് ഈ മേഖല ഫുൾ ടൈമറായി. അപ്പോഴേക്ക് കളിയാക്കുന്ന പോലെ എണ്ണം കുറഞ്ഞു. പിന്നീട് ഒരു 1.5-2 വർഷം മുന്നേ ഈ ബിസിനസ് കൂടെ ഒരു വണ്ടി വാങ്ങിക്കാൻ പറ്റി. ഒരു 8-10 ലക്ഷം രൂപേന്റെ വണ്ടി വാങ്ങിക്കാൻ പറ്റി. ആ വണ്ടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ വണ്ടി എന്നൊക്കെ പറയുന്ന സത്യത്തിൽ എന്റെ സ്വപ്നമായിരുന്നു. കാരണം എന്താ വെച്ചാല് അച്ഛനോട് കൂലിപ്പണിയായിരുന്നു. ആ കൂലിപ്പണി ആയതുകൊണ്ട് നമുക്ക് കടങ്ങളും പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു വണ്ടിയൊന്നും നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിലുണ്ട് ഒരു കാറ് വാങ്ങിക്കണം, ഒരു ജന്മേ ഉള്ളൂ, അതായത് ഒരു കാറ് വാങ്ങിക്കണം, വലിയൊരു വീട്ടിലേക്ക് താമസിക്കണം, അല്ലെങ്കിൽ നല്ല യാത്രകൾ പോകണം. ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അത് നടക്കില്ലെന്ന് വിചാരിച്ചിട്ട് അതിനെ ഉള്ളിലിട്ട് പൂട്ടിയിരിക്കുന്ന ആളുകളാ. പക്ഷെ ധൈര്യമായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ആ സ്വപ്നങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും നേടിയെടുക്കാൻ പറ്റും. നിങ്ങളിൽ പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടോ? ഐഡിയ അടിച്ചിട്ടുകൊണ്ട് മൈലേജിൽ കൂടി ഒരു ചുക്കും കിട്ടില്ല. അങ്ങനെ തന്നെ ഞാൻ പറയും, ഒരു ചുക്കും കിട്ടില്ല. നേരെ മറിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടോ, ലീഡേഴ്സിനെ അനുസരിക്കാനുള്ള ഒരു മനസ്സുണ്ടോ? ഒരു ഈഗോ ഇല്ലാത്ത ഒരാളാണോ നിങ്ങൾ? ഈഗോ അതില്ലാത്ത ആളാണോ നിങ്ങൾ? കൃത്യമായിട്ട് ലീഡേഴ്സ് ചെയ്യുന്ന പാതയിൽ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു സംശയവും വേണ്ട. നമ്മളെ സംബന്ധിച്ച് പിന്നെ നമ്മളെ ഇതിൽ ഏറ്റവും നല്ല ഫാസ്റ്റ് ആയിട്ട് വിജയിച്ച ഒരു വ്യക്തിയാണ് ഉമ്മർ സാറ്. ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ മാതൃകയാക്കാം, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ മെന്ററാക്കാം. റഷീദ് സാറ്, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ മെന്ററാക്കാം, ഒരു സംശയം വേണ്ട. വളരെ ഫാസ്റ്റ് ആയിട്ട് വിജയിച്ച വ്യക്തിയാ. അവരെന്താണോ ചെയ്തത്, സിദ്ദിഖ് സാർ എന്താണോ ചെയ്യുന്നത്, റഷീദ് സാർ എന്താണോ ചെയ്യുന്നത്, ഉമ്മർ സാർ എന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അയ്യൂബ് സാർ എന്താണോ ചെയ്യുന്നത്, പിന്നെ അങ്ങനെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കും. അവരിപ്പം ചെയ്യുന്ന കാര്യങ്ങളല്ല, നിങ്ങളുടെ റാങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ. നിങ്ങൾ ഒരു പക്ഷേ ബ്രോൺസ് ആയിരിക്കാം, ഒരു പക്ഷേ സിൽവർ ആയിരിക്കാം, സ്റ്റാർ ആയിരിക്കാം, എനിക്കറിയില്ല. അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അവരെ കാണുമ്പോൾ സെൽഫി എടുക്കുന്നതിന് പകരം അവരോട് ചോദിക്കുക, സാറേ ഈ റാങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ റാങ്കിൽ ഞാൻ എന്ത് പണിയാ ചെയ്യേണ്ടത്? ലൈറ്റ് പോയി തോന്നുന്നു, കുഴപ്പമില്ല, അത് സ്ട്രീറ്റ് ലൈറ്റ് അല്ലാതെ പോയി. ഓക്കെ. അപ്പോ അവരെ റാങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്കിൽ അവരെന്ത് പണിയായിരുന്നു ചെയ്തതെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ആ പണിയെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് ചെയ്യണം. അവനൊരു ടാർഗറ്റ് വെച്ച് എനിക്ക് ഈ ആഴ്ചയിൽ ഇത്ര രൂപ വരുമാനം വേണം, അല്ലെ എന്റെ കൂടെ വന്ന ആളുകൾക്ക് ഇത്ര രൂപ വരുമാനം ഉണ്ടാക്കി കൊടുക്കണം, അല്ലെ എന്റെ കൂടെ വന്ന ആളുകൾ പെർഫോമൻസ് അടിക്കണം, അല്ലെ എനിക്ക് പെർഫോമൻസ്. ഇങ്ങനെ ഒരു സെൽഫായിട്ട് ടാർഗറ്റ് വെക്കുകയും അതിനു വേണ്ടി അങ്ങ് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നിങ്ങൾ വളരും. കാരണം ഞാൻ ഏറ്റവും വലിയ സന്തോഷമാണ്. കമ്പനി ഒരു കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ട്, തായ്ലൻഡ് കോൺടെസ്റ്റ്. ആ തായ്ലൻഡ് കോൺടെസ്റ്റിൽ GCAയിലെ AIGയിലെ അല്ല GCAയിലെ ആദ്യത്തെ വിന്നർ വന്നത് എന്റെ ടീമിലാണ് റസീഖ് സാർ. അതിന്റെ വളരെ സന്തോഷത്തിലാണ് ഞാൻ. അതിന്റെ പോസ്റ്ററൊക്കെ ഇന്ന് നാളെ ആയിട്ട് വരും. ആദ്യത്തെ വിന്നർ വന്നു വരാണ്ടോ. അപ്പൊ നമ്മളെ കൂടെ വരുന്ന ആളുകൾ ഓരോ അച്ചീവ്മെന്റ് നേടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പൊ ടെൻഷൻ ഇല്ല, ഹാപ്പി ആയിട്ട് ഒരു എന്താ പറയാ, ഈ ബിസിനസ്സിനൊന്ന് അങ്ങ് സ്നേഹിക്കണം.
ഒന്നങ്ങ് സ്നേഹിക്കണം. ഞാൻ പറയുന്നത് നിങ്ങള് വീട്ടുകാരെക്കാട്ടും പ്രാധാന്യം നിങ്ങൾ മൈലേജ് എല്ലാം കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങളും നിങ്ങളെ കുടുംബവും നിങ്ങളുടെ മക്കളും മക്കളും രക്ഷപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈലേജ് മാർക്കറ്റിംഗ്. അത് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനൊരു 3-3.5 വർഷം കൊണ്ട് ഇതിന്റെ ട്രെയിനിങ്ങും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് സത്യത്തില് പിന്നെ ഇത് എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. ഞാനവിടെ എഴുതി വെച്ച് വായിക്കുന്നല്ലോ, എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. കാരണം അത് എന്റെ ബ്ലഡിലേക്ക് അലിഞ്ഞതാ, ആ ബ്ലഡിലേക്ക് കയറിയതാ മൈലേജ് സ്റ്റൈൽ. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി മൈലേജ് സ്റ്റൈലിനാണ്. ഫസ്റ്റ് പ്രയോറിറ്റി മൈലേജ് സ്റ്റൈലിന് കൊടുക്കുന്നുണ്ടു, സെക്കൻഡ് പ്രയോറിറ്റിയിലേക്ക് കുടുംബത്തെ മാറ്റിക്കൊണ്ടും ആ മൈലേജ് സ്റ്റൈൽ ഞാനില്ലാത്ത കാലത്ത് എന്റെ കുടുംബത്തിന് നോക്കിക്കോളും. അതാണ് ആ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടുള്ള കാര്യം. ഞാനില്ലാത്ത കാലത്ത് എന്റെ കുടുംബം വേറൊരാളെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2.5 ലക്ഷം രൂപ കഴിഞ്ഞ മാസം വരുമാനം 2,78,000 ഉണ്ട്. ഇത് ഞാനില്ലെങ്കിൽ എന്റെ വീട്ടിൽ കിട്ടും. കാരണം എന്റെ ഭാര്യയാണ് നോമിനി. എന്റെ വീട്ടിൽ കിട്ടും, വേറൊരാളെ മുന്നിൽ പോയി കൈനീട്ടണ്ട. അപ്പൊ അതിന് കുറച്ച് കഷ്ടപ്പെട്ടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവണം. വെറുതെ ഒരു 5 നയാ പൈസയും കിട്ടുകയില്ല, എവിടുന്നും കിട്ടുകയില്ല. ക്ലിയർ ആയോ? പിന്നെ നെഗറ്റീവ് ഇല്ലാത്ത മേഖല ഏതാ നിങ്ങൾ പറഞ്ഞുണ്ട്. നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ എടുത്തു നോക്കോ, അവിടെ ഉണ്ടാവും നെഗറ്റീവ് പോസിറ്റീവ്. കൂലിപ്പണിയാൽ പോലും ആ മേഖലയിൽ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. ഇനി കച്ചവട സ്ഥാപനം നടത്തുന്ന ആളായിക്കോട്ടെ, ആ മേഖലയിൽ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, ആ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് എന്തുണ്ട്? നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. കാരണം നല്ല ഡോക്ടർ എന്ന് പറയും, മോശം ഡോക്ടർ എന്ന് പറയും, നല്ല ഹോസ്പിറ്റൽ എന്ന് പറയും, മോശം ഹോസ്പിറ്റൽ എന്ന് പറയും. അവിടെ അങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. കാരണം മനുഷ്യന്മാരാന്നുള്ളത്. ഈ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. അപ്പൊ അവരെ അഭിപ്രായത്തിന് നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യല, നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? അങ്ങനെ കളിയാക്കുന്നവർ കളിയാക്കട്ടെ എന്ന് വിചാരിച്ച് ശക്തമായിട്ട് അങ്ങ് ചെയ്തു. അങ്ങനെ 450 1000, 2000, 5000, 10,000. ബാങ്കിൽ ഒരു മാസം കിട്ടിയ, ഞാൻ പറഞ്ഞല്ലോ 35,000 ഇവിടെ ആഴ്ച കിട്ടിയ സമയത്ത് ബാങ്ക് റിസൈൻ ചെയ്ത് ഫുൾ ടൈമറായി. ഇപ്പോ ഹൈയസ്റ്റ് എനിക്ക് തോന്നുന്നു 1,10,000 വരെ ആഴ്ച വരുമാനമൊക്കെ, 1,10,000 വരെയൊക്കെ വാങ്ങിക്കാൻ പറ്റി. 2-2.5 ലക്ഷം രൂപേന്റെ മുകളിൽ മാസ വരുമാനമൊക്കെ വാങ്ങിക്കാൻ പറ്റി. അത് കച്ചവടം നടക്കുന്നതിനനുസരിച്ച് ഏറ്റക്കുറച്ചുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ കുറച്ചുകൂടി ഒരു ടീം സ്ട്രെങ്ത് ഒക്കെ വരുന്ന സമയത്ത് നല്ല വരുമാനത്തിലേക്ക് എല്ലാ ആഴ്ചയും 2,10,000 വാങ്ങുന്ന ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വാങ്ങുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ കൂടി മാസം 1 കോടിന്റെ മുകളിൽ വാങ്ങുന്ന മുബീൻ മുഹമ്മദ് എന്ന് പറയുന്ന ലീഡറെ ടീമിലാണ് ഞാനും നിങ്ങളുള്ളത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അതിന്റെ പ്രൂഫ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 10 വർഷം ചെയ്യണം. അദ്ദേഹം ഒരു 10 വർഷം 11 വർഷമായി ഈ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാസം വരുമാനം 1 കോടി. ഒരു 10 വർഷം 11 വർഷം ഞാനും ചെയ്യുമ്പോഴേക്ക് എന്റെ വരുമാനം ആ ലെവലിലേക്കാവും. നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വരുമാനം ആ ലെവലിലേക്കാവും. ഇനി നിർത്തിപ്പോ അങ്ങനെ പോകുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ക്ലിയറായോ? അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം, നമുക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുണ്ടോ, അത് എഴുതി വെക്കും. നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കും. ലീഡേഴ്സ് പറയുന്ന റൂട്ടിൽ മാത്രം പ്രവർത്തിച്ചാൽ നിങ്ങളെ ബുദ്ധിയൊന്നും ഇതിനാലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട. ഒരു ടെൻഷനില്ലാത്ത ബിസിനസിന്റെ പേരാ മൈലേജ് മാർക്കറ്റിംഗ്. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഒരു സറണ്ടർ ആവുക, ലീഡേഴ്സിനൊന്ന് സറണ്ടർ ആവുക, ഒരു ഈഗോ ഇല്ലാത്ത ആളായിട്ട് മാറുക. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു ഈഗോ വേണ്ട. ഉമ്മർ സാർ എന്താണോ പറയുന്നത്, റഷീദ് സാർ എന്താണോ പറയുന്നത്, സിദ്ദിഖ് സാർ എന്താണോ പറയുന്നത്, ആ റൂട്ടിൽ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. അങ്ങനെ ഏത് പ്രായക്കാരനായിക്കോട്ടെ, നിങ്ങൾ മതപരമായിട്ട് എത്ര അറിവുള്ള ആളായിക്കോട്ടെ, ഉസ്താദുമാരായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവര് പറയുന്ന റൂട്ടിൽ ബിസിനസ് ചെയ്താൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ അവരെ റൂട്ടിൽ അല്ലെങ്കിൽ അവരെക്കാട്ടും ഫാസ്റ്റ് ആയിട്ട് ഇതിൽ വിജയിക്കാൻ പറ്റും. ക്ലിയർ ആകണ്ടോ? അപ്പൊ ഞാനൊക്കെ മെന്ററായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഉമ്മർ ഉസ്താദ്. വളരെ ഫാസ്റ്റ് ആയിട്ട് വളർന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ വളരെ അഭിമാനിക്കും ഉമ്മർ സാറിന്റെ ടീമിലായതുകൊണ്ട് തന്നെ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. ക്ലിയർ ആയോ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ പറയാനുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ കളിയാക്കിയ ഒരു സമൂഹത്തിന് മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ വിജയിച്ച് കാണിച്ചു കൊടുക്കുന്നുള്ളതുകൊണ്ട് ഒരു 1-2 വർഷം മുന്നേ ഒരു 10 ലക്ഷം രൂപേന്റെ കാറൊക്കെ അതിൽ കൂടി വാങ്ങിക്കാൻ പറ്റി. ഈ കാർ വാങ്ങിക്കുമ്പോൾ ഒരു രസം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, കാർ വാങ്ങിക്കുന്നത് ഞാൻ കുറ്റ്യാടി ഷോറൂം പോയിട്ടാ, ടാറ്റേന്റെ ഷോറൂം പോയിട്ടാ വാങ്ങിക്കുന്നത്. ഈ വാങ്ങിക്കാൻ എന്റെ ഭാര്യയും അമ്മയും മകളും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസോസിയേറ്റ്സും ലീഡേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. ഈ കാർ വാങ്ങി വരുമ്പോ എന്റെ ഭാര്യ എന്നോട് പറയാം, നമുക്ക് ഫസ്റ്റ് നമുക്ക് ഒരു ഊട്ടിക്ക് ഒരു ട്രിപ്പ് പോകണം, അതേ കാറൊക്കെ വാങ്ങിയതല്ലേ. ഞാൻ പറഞ്ഞു മിണ്ടി പോരുത്, ഊട്ടിക്കല്ല പോകുന്നത്, അതേ പോകേണ്ട കുറെ സ്ഥലങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, നീ ഇത് പറയാൻ ഒട്ടും അർഹതയല്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പരമാവധി നെഗറ്റീവ് അടിപ്പിച്ച് ഈ ബിസിനസ് നിർത്താൻ നോക്കിയ ആളാ നീ. അപ്പൊ അതുകൊണ്ട് നീ പറയരുത്. അപ്പൊ എന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാ എന്നോട് എന്റെ ഭാര്യ പറഞ്ഞു. ക്ലിയർ ആയോ? നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഭാര്യയായിട്ടും നിങ്ങളെ ഭർത്താവായിട്ടും നിങ്ങളുടെ ബാപ്പയായും നിങ്ങളെ ഉമ്മയായിട്ടും
ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറയാനുണ്ട്. പക്ഷെ അവരെ നെഗറ്റീവ് കേട്ട് ഈ ബിസിനസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിർത്തിപ്പോയാൽ നിങ്ങൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കയ്യിൽ നിന്ന് പോയി. നേരെ മറിച്ച് അവരെ ബോധിപ്പിച്ചു കൊടുക്കാൻ അവരെ പ്രോഗ്രാമുകളായിട്ട് കണക്ട് ചെയ്യുക, വലിയ വലിയ പ്രോഗ്രാമുകളിലേക്കൊക്കെ അവരെ പങ്കെടുപ്പിക്കുക. ആ പങ്കെടുപ്പിക്കുന്ന സമയത്ത് ആ ബിസിനസിന്റെ സാധ്യത എന്താണ് എന്നുള്ള അവർക്ക് മനസ്സിലാവും. നെഗറ്റീവ് പറഞ്ഞോട്ടെ, പക്ഷെ അവരെ പിടിച്ചു വലിച്ച് പ്രോഗ്രാമിൽ എത്തിക്കും, ട്രെയിനിങ്ങിൽ എത്തിക്കും, മീറ്റിംഗിൽ എത്തിക്കും. ആ മീറ്റിംഗിൽ എത്തുന്ന സമയത്ത് അവർക്ക് ബോധ്യപ്പെടും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഒരു ഫാമിലി സപ്പോർട്ട് അത്യാവശ്യമാണ്. ഫാമിലിയിലെ ആളുകൾ അറിയണം, ഭാര്യ അറിയണം, ഭർത്താവ് അറിയണം, ബാപ്പ അറിയണം, ഉമ്മ അറിയണം എന്താ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളത്. എന്നിട്ട് നാളെ അഭിമാനത്തോട് പറയണം എന്റെ മോൻ ചെയ്യുന്നത് ഡയറക്ട് സെല്ലിംഗ് ആണ്. കുറച്ച് അഭിമാനം നമുക്ക് വേണം. മനസ്സിലാവുണ്ടോ? ഒരു ഏർപ്പാട് പോലെ ഇതിനെ കാണരുത്, ഒരു ഏർപ്പാട് പോലെ. ആരെന്താ ചോദിക്കുക എന്താ ചെയ്യുന്നത്, അത് മറ്റേ ഞാനിങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞിട്ടുള്ള ഒരു പരിപാടി. അങ്ങനെ പറയരുത്. ഞാൻ ഡയറക്ട് സെല്ലറാണ്, അല്ലെ ഞാൻ നെറ്റ്വർക്കർ ആണ്, ഞാൻ ചെയ്യുന്ന മൈലേഷ്യൽ കമ്പനിയാണെന്ന് താലയുയർത്തി പിടിച്ചു പറയണം, താലയുയർത്തി പിടിച്ചു പറയണം. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ എന്നെ കളിയാക്കി ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ മാസം ഓൾ കേരള ടോപ്പേഴ്സ് ലിസ്റ്റിൽ മൈലേഷ്യലിലെ ടോപ്പേഴ്സ് ലിസ്റ്റിലേക്ക് 7ാം സ്ഥാനത്തേക്ക് RTC റാങ്കിൽ എത്താൻ പറ്റി. ആ എത്താൻ പറ്റിയോണ്ട് ആ ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു. ആ ഫേസ്ബുക്കിൽ ഇട്ടതിന് ശേഷം എന്ത് ചെയ്തു, ആ ഫോട്ടോ കണ്ടിട്ട് നല്ല അച്ചീവർ ആണ് ഇയാൾ കൂടെ വിജയിക്കുന്നുള്ള തോന്നലുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ച് 2 ആളുകൾ ഐഡിയ അടിച്ചു. ഇങ്ങോട്ട് വിളിച്ച് ഐഡിയ അടിച്ചു. ഓരോരുത്തന ഐഡിയ അടിക്കാൻ നമ്മൾ അങ്ങോട്ട് പോയി 5ഉം 10ഉം പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്ത് ഓന്റെ വീടിന്റെ തിണ്ണ നിരങ്ങി വന്നിട്ടുണ്ട്. അന്നൊക്കെ പുച്ഛിച്ച് തള്ളിയതാ, കളിയാക്കി തള്ളിയതാ. പക്ഷേ ഇന്ന് നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട്, ഞാൻ പറയുന്നത് വെറും ഫേസ്ബുക്കിൽ ഇട്ടത് കൊണ്ടല്ല. നിങ്ങൾ ഈ ബിസിനസ് കേട്ട അങ്ങ് ഫേസ്ബുക്കിൽ അങ്ങ് ഇട്ടിട്ട് ബിസിനസ് വരുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ വിജയിക്കുന്ന വ്യക്തിയെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ പെർഫോമൻസ് അടിക്കുക, നിങ്ങൾ റാങ്ക് ചെയ്യിക്കുക, നിങ്ങൾ തായ്ലൻഡ് അടിക്കുക, നിങ്ങൾ ഇതേപോലുള്ള അച്ചീവ്മെന്റ് ഉണ്ടായി കാണിച്ചു കൊടുക്കുക. വിജയിക്കുന്ന വ്യക്തികളുടെ ആളുകളുണ്ടാവും, വിജയിക്കുന്ന വ്യക്തികളുടെ ആളുകളുണ്ടാവും. അങ്ങനെ നിങ്ങൾ വിജയിച്ച് കാണിച്ചു കൊടുക്കുക. ക്ലിയർ ആയോ? നിങ്ങളെ ഇന്ന് പുച്ഛിച്ച, പരിഹസിച്ച, കളിയാക്കിയ അവനെന്താണ്, അവനെ അങ്ങനെ ആളച്ചേർക്കുന്ന പരിപാടി, അവൻ തട്ടിപ്പ് നടത്തുന്ന പറഞ്ഞവന്റെ നാവ് കൊണ്ട് തിരിച്ചു പറയിപ്പിക്കുന്ന, നിങ്ങളെ പാടി പുകഴ്ത്തുന്ന, നിങ്ങളെ വാനോളം പുകഴ്ത്തുന്ന, നിങ്ങളെ ഈശ്വര തുല്യനായിട്ട് കാണുന്ന കുറച്ച് ആളുകൾ നാളെ നിങ്ങളെ കൂടെ വരും. ഒരു സംശയവും വേണ്ട. വെറും പണം മാത്രമൊന്നുമല്ല കേട്ടോ, ഇതിൽ കിട്ടുന്ന അംഗീകാരം, ആദരവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എന്താ അറിയോ, അതൊരു വലിയ വാല്യൂ ആണ്, വലിയ വാല്യൂ. നമ്മള് കാരണം വരുമാനം കിട്ടിയ ആയിരക്കണക്കിന് കുടുംബങ്ങള്, ആ കുടുംബങ്ങളെ നടുക്കൂടി നമ്മൾ നടന്നു പോകുമ്പോ നിങ്ങൾ മനസ്സ് കാണു വെറുതെ. നിങ്ങളെ ടീം, നിങ്ങൾ ഉണ്ടാക്കിയ ടീം, മറ്റോരുണ്ടാക്കിയ ടീമല്ല. ഉമ്മർ ഉസ്താദ് ഉണ്ടാക്കിയ ടീമിന്റെ നടുക്കൂടി നിങ്ങൾ നടന്നു പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ ലെഫ്റ്റും റൈറ്റും നിങ്ങൾ ടീമിനുണ്ടാകും. ആ ടീമിന്റെ നടുക്കൂടി നാളെ ഒരു ലീഡർഷിപ്പിൽ, ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ 2 സൈഡിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്ന ആളുകളെ നടുക്കൂടി നിങ്ങൾ കടന്നു പോകും. അവിടെ നിങ്ങൾക്കൊരു കുളിര് വരും, അവിടെ നിങ്ങളെ ഒരു രോമാഞ്ചം വരും. ക്ലിയർ ആയോ? ആ വേദിയിൽ വെച്ച് നിങ്ങളെ ബാപ്പേനെയും നിങ്ങളെ ഉമ്മേനെയും നിങ്ങളെ ഭാര്യനെയും നിങ്ങളെ മക്കളെ ഒക്കെ കൂട്ടി വലിയ വലിയ ലീഡേഴ്സിന്റെ ഇടയിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ അംഗീകാരവും ആദരവും വരുമ്പോ ആ ഉമ്മേന്റെ മനസ്സിൽ, ആ ബാപ്പേന്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ ഒരു മകൻ പിറന്നുകൊണ്ട് ഞാൻ അത്ര ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ എന്റെ മകനായി പിറന്നുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ കിട്ടിയെന്ന് ആ ബാപ്പേന്റെ കണ്ണുന്നൊരു കണ്ണുനീര് വരും, ആ ഉമ്മേന്റെ കണ്ണുന്നൊരു കണ്ണുനീര് വരും, ആ ഭാര്യന്റെ കണ്ണുനീര്, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ഒരു അംഗീകാരം കിട്ടിയെന്ന് അവരെ മനസ്സിൽ തോന്നും. സ്വാഭാവികമായിട്ട് നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്ന, നിങ്ങളെ ഓർത്ത് എന്താ പറയാ, പിന്നെ അത്രയും എന്താ പറയാ സന്തോഷവാനാവുന്ന ഒരു ദിവസം വരും. ആ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കും. കുറച്ചൊന്ന് വേർപ്പൊക്കെ നിലത്തുറ്റട്ടെ, വീട്ടിൽ നിന്ന് ഇറങ്ങി, വീട് വിട്ടിറങ്ങി ആളുകളോട് എന്ത് ഈ ബിസിനസ് പറയാൻ തയ്യാറാവും. ക്ലിയർ ആയോ? അല്ലാതെ ഒന്നും ഇതിൽ വരികയില്ല. അങ്ങനെ കുറച്ച് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്, നേടിയെടുക്കും. ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് പറഞ്ഞ എന്റെ ഭാര്യനെ കളിയാക്കിയ ആളുകൾ മുമ്പിലൊക്കെ എന്തുണ്ട്, നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയോ? അങ്ങനെ അവനവനൊരു ലക്ഷ്യം വെക്ക്, എന്നിട്ട് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കും. ഓക്കെ, അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ റിജക്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. പക്ഷെ ആ റിജക്ട് ചെയ്യുന്ന ആളുകളാ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ ഫോളോ അപ്പ് ചെയ്യാൻ ഒരു മടിയും ഇല്ലാതെ 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, ഇനി എന്റെ പട്ടി പോകും, അങ്ങനെ ചിന്തിക്കരുത്. ഹലോ, ക്ലിയർ ആയോ? അങ്ങനെ ചിന്തിച്ചിക്കേണ്ട ഇന്ന് ഞാനില്ല, എന്റെ ലീഡർ അങ്ങനെ ചിന്തിച്ചിക്കേണ്ട ഇന്ന് ഞാനില്ല. അയാൾ 6 പ്രാവശ്യം വന്നു, 5ാമത്തെ പ്രാവശ്യം പറഞ്ഞു ഇത് പറഞ്ഞ് വീട്ടിൽ വന്നു പോരുത് എന്ന് പറഞ്ഞിട്ട് 6ാമത്തെ പ്രാവശ്യം വീണ്ടും വന്നു. അങ്ങനെ വന്നത് കൊണ്ടാണ് ഇന്ന് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ലീഡർ അയാൾക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ട് 1 man is a 1 industry എന്നാ, 1 man is a 1 industry. ക്ലിയർ ആയോ? അപ്പൊ ഒരാളെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്.
പിന്നെ അയാളെ നമ്മളെന്താ പറയുക പ്രെഡിക്റ്റ് ചെയ്യരുത്. ഒരാൾ കൂടി എത്ര ആളുകളാണ് വരിക, എത്ര കോടീന്റെ കച്ചവടം വരിക എന്നും പറയാൻ പറ്റില്ല. ഞാനെന്ന് പറയുന്ന വ്യക്തി കൂടി 4 കോടീന്റെ കച്ചവടം കിട്ടി. 4 കോടീന്റെ കച്ചവടം. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ട് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി. ഇപ്പൊ ഫെബ്രുവരി 19 അതിന്റെ ലീഗൽ വശങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല കമ്പനികളുടെ ലിസ്റ്റൊക്കെ സർക്കാർ പുറത്തുവിടാൻ പോകുക. സാഹചര്യങ്ങളൊക്കെ അനുകൂല. ഞങ്ങൾ തുടങ്ങിയതിനെക്കാട്ടും നല്ല അനുകൂലമായ സാഹചര്യത്തിലാണ് നിങ്ങൾ തുടങ്ങുന്നത്. ഓക്കെ. ഞാനൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ കോഴിക്കോട് ആകെ ഒരു ഔട്ട്ലെറ്റ് ആണുള്ളത്. ആ ഔട്ട്ലെറ്റിൽ വയനാട് ജില്ലയിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും ഏറി വന്ന തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അടക്കം വരും ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ. അപ്പോ രാവിലെ പോയിട്ട് അവിടെ ക്യൂ നിൽക്കണം. അന്ന് ഈ പറഞ്ഞതുപോലെ എല്ലാ ആളുകളും 5000, 10,000, 25,000 പൈസ വാങ്ങിയിട്ട് നമ്മൾ പോവുക ചെയ്യാം. അന്ന് കാറൊന്നുമില്ല. കാറ് പിന്നെ ഒന്നിക്കലും വേറെ ആരെയും കാർ എടുത്ത് പെട്രോൾ അടിച്ചൊക്കെ പോകണം. എന്നിട്ട് രാവിലെ പോയിട്ട് ടോക്കൺ എടുക്കണം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനാവില്ല. രാത്രി ഒരു 7 മണി 8 മണിയോടുകൂടി തിരിച്ച് വീട്ടിലെത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ആളുകൾക്കൊക്കെ പ്രോഡക്റ്റ് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് ഈ ആളുകളെ പരാതി കേൾക്കണം. അയ്യോ ഞാനിതല്ലാതെ പറഞ്ഞു, ഞാൻ മറ്റേ പ്രോഡക്റ്റല്ലേ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവന്റെ വയലുള്ള ചീത്ത കേൾക്കണം. ഇത് കൊണ്ട് കൊടുക്കും വേണം. ഇവന് കയറുന്ന അതേ BV നമുക്ക് കയറും, ഇവന് കയറുന്ന അതേ 12% നമുക്ക് കയറും. എന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പെട്രോൾ അടിച്ച് പൈസ പോക്കിയിട്ട് ഇവന്റെ വയലുള്ള ചീത്ത കേൾക്കണം. എന്നിട്ട് അഥവാ കോഴിക്കോട് സാധനം ഇല്ലെങ്കിൽ എവിടെ പോകണം? ഗോണിക്കുപ്പ പോകണം. കർണാടകയിൽ പോകണം. എന്നിട്ട് അവിടെ പോയി സാധനം എടുത്തു വരണം. ഇങ്ങനെയൊക്കെ ആ കഷ്ടപ്പെടില്ല. പക്ഷെ നിങ്ങൾക്ക് ആ കഷ്ടപ്പാടൊന്നുമില്ല. അപ്പൊ കോഴിക്കോട് ജില്ലയിൽ 3 ഔട്ട്ലെറ്റ് ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഇഷ്ടംപോലെ ഔട്ട്ലെറ്റുകൾ ഉണ്ട്. അല്ലെ? ഇന്ത്യ ഷോപ്പിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ കൂടെ ഒക്കെ സാധനം കിട്ടും. അനുകൂലമായ സാഹചര്യം. ഞാൻ പറയുന്നത് ഇത്ര അനുകൂലമാകരുതായിരുന്നു. കുറച്ച് കഷ്ടപ്പാടൊക്കെ വേണ്ടിയിരുന്നു. ആ കഷ്ടപ്പെട്ട് ടീമിനെ ഉണ്ടാക്കുമ്പോൾ, കഷ്ടപ്പെട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒക്കെയാണ് അതിന്റെ വാല്യൂ, അതിന്റെ മൂല്യം തിരിച്ചറിയാം. ആളുകൾക്ക് ഇന്ന് കഷ്ടപ്പാടില്ലാത്തതുകൊണ്ട് എന്താ വെച്ചാൽ തുടങ്ങാനും നിർത്തി പോകാനൊക്കെ വേഗം കഴിയും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു 3 to 5 വർഷത്ത് പ്രവർത്തിക്കാൻ ഉള്ള ഒരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതിന്റെ ട്രെയിനിങ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ പൊട്ടനായിക്കോട്ടെ, ഈ ബിസിനസ്സിൽ നിങ്ങൾ സക്സസ് ആയിരിക്കും. ഓക്കെ. ഇതാണ് എന്റെ അനുഭവത്തും ഞാൻ കണ്ട അനുഭവത്തുനിന്നും ഞാൻ പഠിച്ച അനുഭവത്തും ഞാൻ മനസ്സിലാക്കിയ അനുഭവത്തുനിന്നും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും എന്നെ ഇത്രയും നേരം സഹിക്കാൻ നിങ്ങൾ കാണിച്ച വലിയ മനസ്സിന്, എന്നെ ശ്രവിക്കാൻ നിങ്ങൾ കാണിച്ച വലിയ മനസ്സിന് ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് അത് ഈശ്വരൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.